ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നെല്ലിക്ക അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി നെല്ലിക്ക അച്ചാർ ഹെൽത്തി എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിതാണെങ്കിൽ ആവിയിലൊന്നും വേവിക്കുന്നൊന്നുമില്ല. ഇതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമ്മൾ നല്ല അടിപൊളി അച്ചാർ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇത് 1 കിലോ നെല്ലിക്കയുടെ അച്ചാറാണ് ഞാൻ ആദ്യം റെഡിയാക്കിയത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി കേട്ടോ. നല്ല പെർഫെക്റ്റ് അച്ചാറിൻ്റെ റെസിപ്പിയായിരുന്നു. എനിക്ക് സ്കിപ്പ് ചെയ്യാൻ തീരെ വയ്യായിരുന്നു. ആകെ വിഷമമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തില്ലെങ്കിൽ. അത് കാരണം കൊണ്ട് ഒരു 250 ഗ്രാം നെല്ലിക്ക എടുത്തിട്ട് പിന്നെ ഞാനത് നിങ്ങൾക്ക് ആ റെസിപ്പി പിന്നെ ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം 1 kg ഉണ്ടാക്കി എൻ്റെ ഇരിപ്പുണ്ട് കേട്ടോ. എന്നാൽ തന്നെ 250 ഗ്രാം ഞാൻ നെല്ലിക്ക മേടിച്ച് കഴുകി നന്നായിട്ട് നല്ല തുണി കൊണ്ട് തുടച്ച് ചേർത്തതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ചെറിയ ക്യൂബ്സാക്കി മുറിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഏത് സാധനം നമ്മൾ എടുത്താലും എല്ലാം ഒന്ന് വറുത്ത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം തണുത്തതിന് ശേഷം ആഡ് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഞാനാണെങ്കിൽ മുളക് പൊടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തായിരുന്നു, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഉലുവ, ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഞാനാണെങ്കിൽ ഇതുപോലത്തെ അരിയത്തോടെ കിട്ടും കേട്ടോ മേടിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുന്നതിന് നമ്മുടെ ഉലുവാപ്പൊടി ഇല്ലേ, ഡ്രൈ റോസ്റ്റ് ചെയ്ത ഉലുവാപ്പൊടി, അതാണെങ്കിലും നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണേ. പിന്നെ കടുക് പരിപ്പ് ഇവിടെ മേടിക്കാൻ കിട്ടും. നിങ്ങൾക്ക് അവിടെ കിട്ടുന്നില്ലെങ്കിൽ കടുക് ഇതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ, 250 ഗ്രാമിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. 3/4 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉളക്കിയ ഉരുളുമായിട്ടൊന്ന് ചതച്ച് ക്രഷ് ചെയ്ത് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയാണെങ്കിൽ 1 അല്ലി മുഴുവൻ എടുത്തിട്ടുണ്ട്, അത് പൊളിച്ച് നടുവേ കീറി എന്നിട്ട് അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഞാനാണെങ്കിൽ വിനീഗർ ആഡ് ചെയ്ത് അത് ചൂടാക്കി തണുത്തതിന് ശേഷം വേണേ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ഞാനാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇതിനകത്ത് നല്ലെണ്ണ ഒഴിക്കുന്നത് കേട്ടോ. ഒരു 1/2 കപ്പ് നല്ലെണ്ണ, 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ 125 ml കപ്പിന് ഒരു 1/2 കപ്പ് അത്രയും നല്ലെണ്ണ ചൂടാക്കി തണുപ്പിച്ചതിന് ശേഷം അത് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലെണ്ണയോ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്താണെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലെണ്ണ ഒന്നും കൂടെ ഹെൽത്തി, അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ അച്ചാറിന് ഒന്നും കൂടെ ടേസ്റ്റ് കൂടാനും നല്ലെണ്ണ തന്നെയാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കണ്ടാൽ തന്നെ കണ്ടില്ലേ നല്ലൊരു അടിപൊളിയാണ് കാണാൻ തന്നെ, കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നുന്നത് അത്രയ്ക്ക് നല്ല ടേസ്റ്റായത്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ കഴിക്കാൻ പാകത്തിനായിട്ടില്ല കേട്ടോ. ഇത് നമുക്കാണ് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 3 ദിവസത്തേക്ക് പുറത്തുതന്നെ അടച്ച് വെക്കണേ, ഒന്ന് സെറ്റാവാനായിട്ട്. നിങ്ങൾക്ക് 3 ദിവസം കഴിഞ്ഞ് ക്രഞ്ചായിട്ടിരിക്കുന്ന ഇഷ്ടമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ. അല്ല ഇച്ചിരി സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് വേണം തോന്നുവാണെങ്കിൽ ഒരു ചില്ലിൻ്റെ ജാറിനകത്ത് നിറച്ച് ഒരാഴ്ചത്തേക്ക് പുറത്തുതന്നെ സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ അതാണെങ്കിൽ പാകത്തിന് നിങ്ങൾക്ക് ഒന്നും കൂടി നല്ലതായിട്ട് നെല്ലിക്ക സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണെങ്കിൽ ഞാൻ 3 ദിവസത്തേക്ക് വെക്കുന്നുണ്ട്. 3 ദിവസം കഴിഞ്ഞ് നമുക്ക് കാണാം കേട്ടോ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് തന്നെ അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണേ. അതിന് തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നെല്ലിക്കയൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് പാകത്തിനെ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കുപ്പിയിൽ ബണ്ണിലാണ് നിറച്ച് വെക്കുന്നത്, പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. മറ്റേതും ആദ്യത്തേലും ഞാൻ ചില്ല് കുപ്പിക്കകത്തായിരുന്നു നിറച്ച് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ അറിയിക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്.